നമസ്കാരം. ഇന്ന് ഹെവൻലി മെഡിസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എസ്ക്രീറ്റ, അതായത് മലത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ മലത്തിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ ബയോകെം എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവർ ഒരു മനുഷ്യൻ്റെ കാലത്തെ എസ്ക്രീറ്റ, അതായത് മലം $40 വാങ്ങും. $40 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4-8-32 3200 3500 രൂപയുടെ അടുത്തുള്ള വിലയ്ക്ക് ഒരു നേരത്തെ മലം വാങ്ങുന്ന ഒരു കമ്പനിയുണ്ട്. അവർ അത് കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ നല്ല മൈക്രോബ്സിനെ അവർ കളക്ട് ചെയ്തിട്ട് അത് ടാബ്ലറ്റായിട്ട് വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ബയോകെം എന്നാണ് ആ കമ്പനിയുടെ പേര്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാലും അറിയാം. അവർ പല രാജ്യത്തു നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം മലത്തിൻ്റെ സ്റ്റാൻഡേർഡ്? ആരോഗ്യമുള്ള മനുഷ്യൻ്റെ മലം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ നല്ല ദഹന, ആഗീരണ, വിസർജന പ്രക്രിയയുള്ള മനുഷ്യൻ്റെ മലത്തിൻ്റെ കളർ മഞ്ഞയായിരിക്കണം. മഞ്ഞല്ലാത്ത ഏത് തരം മലം, ബ്രൗണോ ബ്ലാക്കോ ആയാൽ, ബ്രൗണും ബ്ലാക്കും ആവണതുകൊണ്ട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് മലത്തിൽ കൂടെ ബ്ലഡ് ലോസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ ക്ഷീണമായിരിക്കപ്പെടും. നമ്മുടെ RBC, റെഡ് ബ്ലഡ് സെൽസ് ലോസ് നമ്മൾ വലിച്ചെടുക്കേണ്ട സ്ഥലത്തെ കൂടെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് മലം ബ്രൗൺ ആയിട്ടും ബ്ലാക്ക് ആയിട്ടും ഉണ്ട്. കൂടുതൽ ബ്ലഡ് നഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ബ്ലാക്ക് ആയിട്ട് കാണും. കുറച്ച് മാത്രം നഷ്ടപ്പെടുന്നവർക്ക് ബ്രൗൺ ആയിട്ട് കാണും. അതാണ് മലത്തിൻ്റെ കളറിൻ്റെ സ്റ്റാൻഡേർഡ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലം ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ മലം വെള്ളത്തിൽ ഒരിക്കലും അലിയാൻ പാടില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് മോഷനിൽ വരികയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് സ്റ്റൂളാണെങ്കിൽ അത് മലം വെള്ളത്തിൽ അലിയില്ല. അല്ലാത്തതാണെങ്കിൽ വെള്ളത്തിൽ അലിയും. മൂന്നാമതായിട്ട് മലത്തിൽ ഗ്യാസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരും എൻ്റെ വയറ്റിൽ നിറച്ച് ഗ്യാസ് ആണല്ലോ എന്ന് ചോദിക്കും. എന്നാൽ മലത്തിൽ ഒരിക്കലും ഗ്യാസ് ഉണ്ടാവാൻ പാടില്ല. ഗ്യാസ് ഫോർമേഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? പുറത്തേക്ക് തള്ളപ്പെടേണ്ടിയിരുന്ന മാലിന്യം, അതായത് മലം പോകാനായിട്ട് നേരം വൈകിയതുകൊണ്ട് അതിനകത്ത് ബാക്ടീരിയ വളർന്ന് ആ ബാക്ടീരിയയുടെ ബൈ പ്രോഡക്റ്റാണ് ഗ്യാസ്. ഒരിക്കലും നമ്മുടെ മലം ഗ്യാസ് പുറപ്പെടുവിക്കുന്നില്ല. അതിനകത്ത് വളരുന്ന ബാക്ടീരിയ ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഗ്യാസ്. അപ്പോൾ ഗ്യാസ് നമ്മളെ മലം പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. അത് ലോവർ സ്റ്റൊമക്കിൻ്റെ മസിൽ സ്ട്രെങ്ത് കുറഞ്ഞവരിലാണ് ഇങ്ങനെ ഇത് മലം പുറന്തള്ളാനായിട്ട് താമസം നേരിടുന്നത്. അപ്പോൾ അങ്ങനെ താമസം നേരിട്ടാൽ അതിനകത്ത് ബാക്ടീരിയ കൾച്ചർ ചെയ്യപ്പെടുകയും ആ ബാക്ടീരിയയുടെ ബൈ പ്രോഡക്റ്റാണ് ഗ്യാസ്. അപ്പോൾ അത് ഗ്യാസ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പിന്നെ അടുത്തതായത് മലത്തിന് സോസേജിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ വണ്ണം കുറഞ്ഞ ചെറുപഴത്തിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കണം. അതാണ് നല്ല മലത്തിൻ്റെ ലക്ഷണം. പിന്നെ അവസാനമായിട്ട് അഞ്ചാമത്തെ കാര്യം, ഇന്നലെ വരെ കഴിച്ച ഭക്ഷണം ഇന്ന് കാലത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ വയറിൽ നിന്ന് പോകണം. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, അത് വൈകുന്നേരത്തേക്ക് നമ്മുടെ വയറ്റിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് മലം പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെട്ടിട്ടില്ല. മലം കുറച്ച് ബാക്കിയുണ്ട്, അത് ചിലർക്ക് വൈകുന്നേരം പോകും. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്ക്രീഷ എന്ന് പറഞ്ഞ കാര്യം. ഇത് ഹെവൻലി മെഡിസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്ക്രീഷനാണ്. അത് ആ ഡെഫിനിഷനാണ്. അത് ഇത്രയും ഉള്ള ആൾക്ക് സാധാരണഗതിയിൽ ഒരു അസുഖങ്ങളും വരില്ല. നമ്മുടെ കാരണവന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വയറ് നന്നായാൽ എല്ലാം ശരിയായി. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്ക്രീഷൻ. ഈ 5 കാര്യങ്ങളും പാലിക്കപ്പെടുന്നവരിൽ നല്ല ആരോഗ്യവും നല്ല മസിൽ സ്ട്രെങ്ത്തും നല്ല വിൽ പവറും നല്ല ക്യാരക്ടർ ഫോർമേഷനും എല്ലാം ഉണ്ടാവും. കാരണം അവരുടെ ഉറക്കം നല്ലതായിരിക്കും, ബോഡി ടെമ്പറേച്ചർ ബാലൻസ് ആവും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മലം എന്ത് വ്യത്യാസമുണ്ടോ അതൊക്കെ ഇത് അപ്സെറ്റ് ആവുന്നതാണ്, നമ്മുടെ ഹെൽത്ത് അപ്സെറ്റ് ആക്കുന്ന കാര്യമാണ്. ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം വയറിൻ്റെ ചൂട് കൂട്ടും. ടോട്ടൽ ബോഡി ടെമ്പറേച്ചർ അപ്പോൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യും. അത് മലം പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയ നഷ്ടപ്പെട്ടാൽ ബോഡിയുടെ ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് വർദ്ധിക്കും, ഇന്നർ ടെമ്പറേച്ചർ കേട്ടോ.
കാലക്രമേണ മസിൽ സ്ട്രെങ്ത്ത് കുറയും, ബോഡി വെയ്റ്റ് കൂടും, ചിലരുടെ ബോഡിയിൽ സ്വെല്ലിങ് ഉണ്ടാവും, ചിലരുടെ പോസ്ചർ ചോദ്യചിഹ്നം പോലെ വളഞ്ഞു വരും. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ഇംബാലൻസ് ഉണ്ടാവും, തൈറോയ്ഡ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും, എപ്പോഴും ക്ഷീണമായിരിക്കും. അതിൻ്റെ കാരണം ലോ RBC, ലോ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത് സിവിയർ കേസിൽ ചിലരുടെ ജോയിൻറ്റുകൾ ഫ്രോസൺ ആവും, ചിലർക്ക് മടക്കാൻ പറ്റില്ല, ചിലർക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. വയറിൻ്റെ ഈ അപാകത മൂലം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന സംഭവം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുന്നു. 80-ലധികം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെ വയറിൻ്റെ അപാകതകൾ, വയറ് ദഹന ആഗീരണ വിസർജനത്തിൻ്റെ അപാകതകൾ ഉണ്ടാകണമെന്ന് മോഡേൺ സയൻസ് പറയുന്നു. 80-ലധികം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇതിനൊന്നും ചികിത്സയില്ല. നിങ്ങളുടെ വയറ് ശരിയാക്കിയാൽ എല്ലാം ശരിയായെന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരി തന്നെയാണ്. വെൽക്കം ടു ഹെവൻലി മെഡിസിൻസ്.